ഞാൻ പറഞ്ഞാണ് മറ്റേ ബാലവൈദ്യരെ കാണിച്ചാൽ മതി. പിന്നെ ബാലവൈദ്യരെ മുകളിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന അങ്ങനെ ആ നല്ല വൈദ്യരാണ്. എനിക്ക് ചെറുപ്പക്കാർ ഡോക്ടറെ അടുത്തേക്ക് പോണത് ഇൻട്രസ്റ്റ്. അവരാകുമ്പോ ഞാൻ അവിടെ പോയിട്ട് ബാഗ് നീക്കണേ ഡോക്ടറെ അടുത്ത് പോയിട്ട് അവിടെ അടുത്തിരിക്കുക. ആ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ അമർത്തുന്ന സാധനം, അത് കൂടുതൽ അമർത്തൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് നാളെ നോക്കട്ടെ. ഹലോ. അതെ, പിന്നെ അന്ന് കൊടുത്ത ആ മെഡിസിൻ ഇല്ലേ, അത് ആ മെഡിക്കൽ സ്റ്റോറിൽ കുറച്ച് കൂടുതൽ കൊടുക്കണം കേട്ടാ. അത് അവിടെ തന്നെ കൊടുത്താൽ മതി. ആ പേഷ്യൻസ് അവിടെ പോയി വാങ്ങിക്കോളും. അതെ 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 അതെ. ഇല്ലേ, അതിപ്പോ പുതുതായി തുടങ്ങിയ ഒരു മെഡിക്കൽ സ്റ്റോറാണ്. അതെ, അപ്പൊ അവർക്ക് അവരുടെ കച്ചവടമൊക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ. ശരി കേട്ടാ. ഓക്കെ. എന്താ അസുഖം? എന്താ സംഭവിച്ചു? ആർക്കാ അസുഖം? നിങ്ങൾക്കാണോ അസുഖം? നിങ്ങൾ അങ്ങോട്ട് ഇരിക്കൂ, ആൾ ഇവിടെ ഇരിക്കട്ടെ. പരിശോധിക്കണ്ടേ? അപ്പൊ ഇങ്ങോട്ട് ഇരിക്കട്ടെ. ആൾക്കല്ലേ അസുഖം? ഇരിക്കല്ലോ. ഹസ്ബൻഡാ? അപ്പുറത്തേക്ക് ഇരിക്കൂ കേട്ടാ, അപ്പുറത്തേക്ക് ഇരിക്കൂ. ഇവിടെ അടുത്തേക്ക് ഇരിക്കും. എവിടെ ഇരുന്ന് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. താനല്ലല്ലോ ഡോക്ടർ, ഞാനല്ലേ. ഞാൻ പരിശോധിക്കട്ടെ കേട്ടാ. അടുത്തേക്ക് ഇരിക്കും. ഇങ്ങോട്ട്. എന്താ പ്രശ്നം പറഞ്ഞേ? അങ്ങോട്ടിരിക്കടോ. അവിടെ വന്നോ? എന്താ പ്രശ്നം? എന്താ ഇതൊരു സൈഡിൽ മാത്രമാണോ തലവേദന? നോക്കട്ടെ, അറിയാം. നോക്കട്ടെ. ഇവിടെയാണോ? ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരുന്നത്? അങ്ങോട്ടില്ല, ഇല്ല. ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞു ഇവിടെ മാത്രമല്ലേ ഉള്ളൂ തലവേദന. ഇവിടെ ഉണ്ടാവുക. തലവേദന എവിടെ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ നോക്കട്ടെ. വേദന ഉണ്ടാവും? ഞെക്കുമ്പോ വേദന ഉണ്ട് അല്ലേ? ടെൻഷൻ ഉണ്ടോ? വയറുവേദന അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങള്? വയറുവേദന ഡോക്ടർ രോഗിയോട് ചോദിക്കട്ടെ. എന്നോട് പറയാനുണ്ട്. പുറത്തിറങ്ങിക്കോ. പുറത്തിറങ്ങി പോവാൻ നോക്കട്ടെ. രോഗിനെ പരിശോധിക്കട്ടെ. പോടോ. ഈ ഭർത്താവ് ലേശം സംശയരോഗിയാണല്ലേ? എങ്ങനെയാണ് എന്റെ ഏറ്റവും വലിയ തലവേദന. ആദ്യം ഇവിടെ എന്തിപ്പോ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷയില്ല ഡോക്ടർ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇതിപ്പോ അങ്ങേരെ കെട്ടിയപ്പോ മുതൽ തുടങ്ങിയത് 4-5 വർഷമായിരിക്കുന്നു. അപ്പൊ അതാണ് ടെൻഷനാണ്, മൈഗ്രെയിന്റെ സംഭവമാണ്. നല്ല ടെൻഷൻ. അങ്ങനെ മുന്നേ പറയാൻ പറ്റുമോ? അപ്പൊ ഈ സംശയരോഗം വല്ലാതുണ്ടോ? കാര്യമായിട്ടുണ്ടല്ലേ? ഉണ്ട്, നന്നായിട്ടുണ്ട്. നല്ലപോലെ ഉണ്ട്. ഇപ്പൊ കുറച്ച് കൂടിയേക്ക. ഭയങ്കര ചൂടവിടെ. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. ഇവിടെ കയ്യുമ്പോ നോക്കിയോ? ഇറങ്ങിപ്പോടോ. പോടോ. ഞാൻ ഡോക്ടർ മാത്രമല്ല കേട്ടാ, തനി ചെറ്റേ. ഞാൻ ഇറങ്ങിപ്പോയിക്കോ. പോടാ. കുട്ടിയോടെ നോക്കട്ടെ. ശ്വാസം വലിച്ചോട്ടെ. ചെറിയ മരുന്ന് എഴുതി തരാം കേട്ടാ. പിന്നെ അത് ഈ സൈഡിലായിട്ട്. ആ സൈഡ് ആദ്യം നോക്കിയാലോ ഡോക്ടർ? ഞാനേ ഒരു മരുന്ന് എഴുതി തരാം. ഈ പഹയൻ അവിടെ ഇല്ലാത്ത നേരത്തെ എന്നെ വിളിച്ചു. എന്റെ നമ്പർ ഞാൻ ഒരു ഉറക്ക ഗുളിക എഴുതി തരാം. അത്
ഭക്ഷണത്തിൽ എന്തിലെങ്കിലും കലക്കിയിട്ട് അത് കൊടുക്കുക. ഉറങ്ങിയതിന്റെ ശേഷം ഞാൻ ഒരു ദിവസം വരണ്ട. ഡോക്ടർ 2-3 എണ്ണൊക്കെ എഴുതിക്കോട്. ആ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ വരുന്നോണ്ട് ഇല്ല നമ്പറിൽ വിളിച്ചോളൂ കിട്ടാ. അത് ഞാൻ കുടിച്ചതന്നെ. അത് ഞാനിന്ന് മോളെ കയ്യോടെ കുഞ്ചിനണ്ട ഡോക്ടറെ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കുന്ന ഒരു പോയാന്നുള്ളത്. എന്റെ സംശയം കറക്റ്റാണ്. ഇത് അധികം കലക്കി കൊടുക്കാൻ പറ്റില്ല കേട്ടാ, സ്ലീപ്പിംഗ് പിൽസ് ആയതുകൊണ്ടേ. അതെപ്പോഴാ വിളിക്കാം, അങ്ങേര് പുറത്ത് പോകട്ടെ. അല്ല, എനിക്കത് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് വന്നപ്പോ തന്നെ മനസ്സിലായി. ഭയങ്കര പ്രശ്നം. അവന്റെ പ്രശ്നം നമുക്ക് മാറ്റി കൊടുക്കാം. ഏതായാലും സംശയരോഗല്ലേ, അപ്പൊ പിന്നെ അത് ഇങ്ങനെയുണ്ടാവട്ടെ. അപ്പൊ എന്നാ ശരി, ഓക്കെ ഡോക്ടർ. വിളിച്ചോട്ടാ. ശരി ശരി ട്ടോ. ഇങ്ങനെ ഓരോരുത്തർ വന്നാൽ നമ്മള് രക്ഷപ്പെട്ടു. നെക്സ്റ്റ്. നമുക്ക് പോവാം. പോയാണായാലും എല്ലായിടത്തും പോയിട്ട് ഭക്ഷണം എടുത്ത് വെച്ചിണ്ടേ, വേണേ പോയിട്ട് എടുത്ത് കഴിക്കി. കുറെ നേരമല്ലേ കിടപ്പ് എടുക്കുന്ന, പണിക്ക് പോകണ്ടല്ലേ. അത്രയൊക്കെ നിങ്ങൾ പോയില്ലേ, സമയമായിക്കണല്ലോ അത്യാവശ്യം. വാതിലൊക്കെ കുറ്റിട്ട് കിടന്നു. കുറുവാസംഗൊക്കെ ഉള്ളതാണ്. ഞാൻ നാളെ പുലർച്ചെ വരുള്ളൂ കേട്ടാ. ഞാൻ നോക്കിക്കൊണ്ട് അത്ര പേടിയൊന്നുമില്ല. നേരത്തെ കിടന്ന് തുടങ്ങിക്കോ. വാതിൽ 2 കുറ്റി ഇടുന്നു. ഞാന് പുറത്ത് കുറ്റിട്ടിട്ടാ പോവാ. ആ ചാവി എന്തിയാ പൂട്ട്? അതവിടെ എവിടെ ഇരിക്കൊണ്ട് പോയി നോക്കും. തന്നെ പറ്റിയ സമയം ഡോക്ടറെ വിളിക്കും. ഡോക്ടർ പറഞ്ഞ പോലെ ഗുളിയൊക്കെ ഞാൻ അങ്ങോട്ട് കലക്കി കൊടുത്തിട്ടുണ്ട്. എന്നാ വന്നോ? എപ്പോഴാ വരുന്നത്? അങ്ങേരെ പുലർച്ചെ വരുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങേരെ ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടാവേ, അത് തുറന്നേക്ക്. അങ്ങേർക്ക് ഈ സംശയരോഗമാണല്ലോ. ഞാനിവിടെ ഇരിക്കാം. ശരി എന്നാ. ഞാൻ അവിടുന്ന് പുറപ്പെടാട്ടാ. എന്തോ ഒരു 15 മിനിറ്റിന്റെ ഉള്ളിൽ എത്തും. ആള് പോവില്ലേ, കുഴപ്പമൊന്നും ആവില്ലല്ലോ. റെഡിയല്ലേ? ഓക്കെ എന്നാ, അപ്പൊ എത്തി. ശരി ശരി. അതേ, ഞാൻ വന്നിട്ട് കൊറേ നേരായി. അല്ലെങ്കിൽ ഇരുന്നാ മതിയോ? അതുകൊട്ടെ, മറ്റാൾക്ക് മരുന്ന് ഗുളിക കലക്കി കൊടുത്തോ? അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവിടെ എവിടെയെങ്കിലും പോയി കിടക്കുന്നുണ്ടാവും. ആൾ പോയിരിക്കണം, അവിടെ പുറത്ത് പോയിരിക്കും. പുറത്ത് പോയിരിക്കുക, പണിയുണ്ട്. അവിടെ എവിടെയെങ്കിലും പോയി കിടക്കുന്നുണ്ടാവും. പല്ലും കലക്കി കൊടുത്തിട്ടുണ്ട് ഡോക്ടർ തന്ന ഗുളിയൊക്കെ. എത്ര എണ്ണം? കിട്ടിയതൊക്കെ ഞാൻ കൊടുത്തു. ഇനിയിപ്പോ ഒന്നായിട്ട് ഇതാക്കണ്ട ഡോക്ടർ. അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. എന്തിനാ അങ്ങേര് പോട്ടെ, എവിടെയെങ്കിലും പോയി കിടക്കട്ടെ. സംഭവിച്ചപ്പോ എന്ത്, അങ്ങോട്ട് തീർക്കും. ഡോക്ടറല്ലേ, നമുക്കതൊക്കെ ഉണ്ട് ഒതുക്കി തീർക്കാന്ന്. പണി കളയണ പരിപാടി. ഞാനില്ല കൂടെ, നമുക്കൊക്കെ സെറ്റാക്കാന്ന്. വിളിക്കുമ്പോ സംശയം വല്ലതും ഉണ്ടായിരുന്ന ആൾക്ക്? സംശയം അങ്ങേര് ഒരു മണ്ടനാ. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യില്ലേ. ഇപ്പൊ എവിടെയെങ്കിലും കിടന്നു എങ്ങനെയുണ്ട്? എന്താ വിചാരിച്ചേ? പൂരത്തിന് ജിലേബി അവിടെ പൊരിക്കുന്നുണ്ടാവും, ഉറങ്ങുന്നുണ്ടാവും. എന്റെ ഫോൺ കോള് ഡോക്ടറെ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാണ് ആ വൈദ്യരെ കാണിക്കാന്. ഈ ഡോക്ടറെ കണ്ടപ്പോ തന്നെ എന്നോട് പറഞ്ഞാണ് ഇയാളൊരു കോയിയാന്ന്. മനസ്സിലായില്ലേ? എനിക്ക് നിർബന്ധം. ഇവിടെ ഇരിക്ക്. നിങ്ങളെ ഡോക്ടറും പേഷ്യന്റും കൂടെയാണ് ജീവിച്ചത്. ഞാൻ 4 ആളെ കൂട്ടിയിട്ട് ഇപ്പൊ വരട്ടാ. അവിടെ നിൽക്ക്.
അന്റെ ആ ഫോൺ കോൾ ഉണ്ടല്ലോ, ഞാൻ 5 കൊല്ലമായി എന്നെ കെട്ടിയിട്ട് അന്ന് മുതൽ തുടങ്ങിയാണ് ഇജ്ജ് കുറുകല്. എത്ര ആൾക്കാരായിട്ട് ചുറിയുന്നു. എനിക്കൊരു ചാൻസ് ഇല്ല. ഇക്ക് ഇഞ്ഞും പെണ്ണിട്ടോടി. ഇനി ഡോക്ടറും ഈജുകൊണ്ട് ജീവിച്ചാൽ ഞാൻ 4 ആളെ കൂട്ടിയിട്ട് അവിടെ ഒക്കെ നിർത്തിയിട്ടുണ്ട്. വാതിൽ ഞാൻ അടക്കണ്, പുറത്ത് വിടും ഞങ്ങളെ.